മെസ്സിക്ക് 89 കോടി, ഇന്ത്യൻ താരങ്ങൾക്ക് ട്രെയിൻ ടോയ്ലറ്റിന് അരികിൽ ഇടം. കായിക ഇന്ത്യയുടെ ലജ്ജാകരമായ വൈരുദ്ധ്യം. ലയണൽ മെസ്സിയെ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിക്കാൻ ചിലവാക്കിയത് 89 കോടി രൂപ. എന്നാൽ മറുവശത്ത് നോക്കുകയാണെങ്കിൽ രാജ്യത്തിനു വേണ്ടി പോരാടാനിറങ്ങുന്ന നമ്മുടെ സ്വന്തം കായിക താരങ്ങൾ ട്രെയിനിലെ ടോയ്ലറ്റിന് അരികിൽ ഇരുന്നാണ് മത്സരത്തിന് യാത്ര ചെയ്യുന്നത്. ഈ ആഡംബരങ്ങൾക്കിടയിലാണ് ഒഡീഷയിൽ നിന്നുള്ള 18 ഗുസ്തി താരങ്ങളുടെ ദുരിതയാത്രയുടെ ദൃശ്യങ്ങൾ വൈറലാകുന്നത്. ദേശീയ സ്കൂൾ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഉത്തർപ്രദേശിലേക്ക് പോയ താരങ്ങൾക്ക് കൺഫേം ടിക്കറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് ഒരു മാറ്റം വരാത്ത? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സംഭവം നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ ട്രെയിനത്തെ ഈ സംഭവമൊക്കെ ഉണ്ടായപ്പോഴും അത് വൈറലായപ്പോഴും എന്താണ് ഒരു നടപടിയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നു. എന്താണ് ഒരു നടപടിയും എന്താണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരാത്തതെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴൊക്കെ ഇങ്ങനെ കമ്പാരിസമായിട്ട് വീഡിയോ ഇടുമ്പോഴൊക്കെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അത് തന്നെയാണ് എനിക്കിതിലും നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ട്രെയിനിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ അരികിലിരുന്നിട്ടാണ് ഇന്ത്യൻ കായിക താരങ്ങൾ പോകുന്നൊക്കെ അറിഞ്ഞിട്ടും അത് വൈറലായിട്ട് പോലും അത് കുറേ പേരിലേക്ക് എത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ഒരു നടപടിയും നടക്കാത്തത്? എന്താണ് ഇതിനൊരു എന്താ പറയുക, ഒരു പ്രതികരണം, എന്തെങ്കിലും ഒരു മാറ്റം വരാത്തത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ വാക്കേ ഉള്ളൂ. അതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്ന ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളെ കുറേ കമൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീപ്പ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.